വലിയ മാറ്റങ്ങളുമായാണ് ഈ വർഷം മുതൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ അവതരിപ്പിക്കപ്പെടുന്നത്. കേരളത്തിൽ പരമ്പരാഗതമായി നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്ന പേപ്പർ പെൻ മോഡിൽ നിന്ന് പതുക്കെ അത് ഓൺലൈൻ മോഡിലേക്ക് മാറ്റപ്പെടുകയാണ്. ഓൺലൈൻ മോഡിലേക്ക് ഈ പരീക്ഷ മാറ്റപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുടെ ഒരു ലോകം തന്നെ നമുക്ക് മുമ്പിൽ തുറന്ന് വയ്ക്കപ്പെട്ടു. ആ വലിയ മാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓൺലൈൻ എക്സാമിനേഷൻ എന്ന രീതിയിലേക്ക് മാറുമ്പോൾ നമ്മൾ കാണുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള മാറ്റം തന്നെയാണ്. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ പ്രധാനമായിട്ടും കേരളത്തിലുള്ള വിവിധ കോളേജുകളിൽ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ ബിടെക് പ്രോഗ്രാമിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും എഴുതേണ്ട എൻട്രൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിങ്ങനെ 3 സബ്ജക്റ്റുകൾ പരീക്ഷയ്ക്ക് അളക്കപ്പെടുന്നു. പുതിയ ഒരു ലോകക്രമത്തിൻ്റെ ഭാഗമായി ഓൺലൈൻ എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന CBT പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റപ്പെടുമ്പോൾ ഇതുവരെ ഒറ്റ ദിവസം നടന്നിരുന്ന പരീക്ഷ ഇനി 7 മുതൽ 10 ദിവസം വരെ 2 സെഷനുകളായിട്ടായിരിക്കും നടക്കുക. രാവിലെ മുതൽ തുടങ്ങുന്ന ഒരു സെഷൻ, ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്ന രണ്ടാമത്തെ സെഷൻ. ഏതാണ്ട് 7 മണിയോടുകൂടെ എക്സാമിനേഷൻ ഹാളിൽ കുട്ടികൾ റിപ്പോർട്ട് ചെയ്യുകയും പരീക്ഷാ ഹാളിൽ ഏറെ നേരം കാത്തിരിക്കുകയും മോക്ക് ടെസ്റ്റിന് ശേഷം എക്സാമിനേഷനിലേക്ക് കടക്കുകയും ചെയ്യുന്ന പുതിയ സാഹചര്യം. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം 12:30 റിപ്പോർട്ട് ചെയ്ത് മോക്ക് ടെസ്റ്റിന് ശേഷം അടുത്ത ബാച്ചിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ ബാച്ച്. അങ്ങനെ ഗവൺമെൻറ് കോളേജുകളിലായിട്ട് ഏതാണ്ട് 7 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിട്ട് ഇത് മാറുകയാണ്. കാരണം ഒരു കുട്ടി ഒരു ദിവസം ഒരു സെഷൻ പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോൾ മറ്റൊരു ബാച്ച് മറ്റൊരു സെഷനായിരിക്കും അറ്റൻഡ് ചെയ്യുക, മറ്റൊരു ദിവസമായിരിക്കും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നൊരു ചോദ്യമുണ്ട്. ഈ ഓരോ ദിവസവും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ചോദ്യം ഔട്ടാവില്ലേ? ഒരിക്കലുമല്ല. ഓരോ ദിവസവും സെപ്പറേറ്റ് ചോദ്യപേപ്പറാണ്. അപ്പോൾ അടുത്ത ചോദ്യം റൈസ് ചെയ്യപ്പെടും. ഓരോ ദിവസത്തെയും ചോദ്യം ചില ദിവസം വളരെ ടഫായിട്ടും ചില ദിവസം വളരെ ഈസി ആയിട്ടും അനുഭവപ്പെട്ടുകൂടെ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE ചെയ്യുന്നത് പോലെ മാർക്ക് വളരെ ടഫായിട്ടുള്ള പരീക്ഷകളുടെ മാർക്കും വളരെ ഈസി ആയിട്ടുള്ള പരീക്ഷകളുടെ സ്കോറിങ്ങും ഈക്വലൈസ് ചെയ്യുന്നൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ മാർക്ക് ഈക്വലൈസ് ചെയ്തിട്ടായിരിക്കും പരീക്ഷയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യപ്പെടുക. അനൗൺസ് ചെയ്യപ്പെടുമ്പോൾ 50% മാർക്ക് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സ്കോറും 50% മാർക്ക് അവരെഴുതിയിട്ടുള്ള +2 പരീക്ഷയുടെ സ്കോറും കൂടെ ചേർത്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളായിട്ടുള്ള നിരവധി മേഖലകളുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, അങ്ങനെ നിരവധി മേഖലകൾ. മെക്കട്രോണിക്സും ഓട്ടോമേഷനും ഒക്കെ പോലുള്ള പുതിയ മേഖലകൾ. ഇതെല്ലാം ഈ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക. അത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ കിട്ടുന്നത് ഈ എൻട്രൻസിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ കാലം മാറുന്നതിനനുസരിച്ചുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് കുട്ടികൾ നല്ലതുപോലെ അറിയേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറി പരീക്ഷയെ സമീപിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്കറിയാം 3 സബ്ജക്റ്റുകളാണ് ഇതിനകത്തുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. അപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ് സബ്ജക്റ്റുകൾ ചേരുന്ന ഒരു പേപ്പറും മാത്സ് ചേരുന്ന രണ്ടാമത്തെ പേപ്പർ. മുമ്പ് രണ്ടും 120 വീതം 240 ചോദ്യങ്ങളുണ്ടായിരുന്നു മുൻകാലത്തെങ്കിൽ ഇപ്പോൾ ആ കഥ മാറുകയാണ്. 2:3:5 എന്ന ഒരു കാറ്റഗറിയിലാണ് മുൻകാലത്ത് ഈ ചോദ്യങ്ങൾ തയ്യാറാക്കപ്പെട്ടിരുന്നത്. ആ പാറ്റേണിന് യാതൊരു മാറ്റമില്ല. പക്ഷേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ടോട്ടലി 240 എന്ന സ്ഥാനത്ത് നിന്ന് 150 ആയിട്ട് 150 കുറയുന്നു. 30 ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ നിന്ന്, 45 ചോദ്യങ്ങൾ ഫിസിക്സിൽ നിന്ന്, 75 ചോദ്യങ്ങൾ മാത്സിൽ നിന്ന് എന്ന ക്രമത്തിലേക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ പതുക്കെ മാറുകയാണ്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ടെസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വരും കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറേണ്ടിയിരിക്കുന്നു. ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റുത്തരത്തിന് 1 മാർക്ക് നെഗറ്റീവ് മാർക്കും നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആ പഴയ സിസ്റ്റം തന്നെ അവിടെ ഫോളോ ചെയ്ത് പോരുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട അടുത്ത ഘടകമെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക്
എൻജിനീയറിംഗ് മേഖലയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഈ പരീക്ഷ എഴുതേണ്ടത്. അതോടൊപ്പം തന്നെ ബിഫാമിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും ഈ പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി അടങ്ങുന്ന ആ 2 പേപ്പറുകൾ മാത്രം എഴുതിയാൽ മതി. അവർക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം 90 മിനിറ്റാണ്. 90 മിനിറ്റ് സമയം കൊണ്ട് അവരുടെ പരീക്ഷ പൂർണ്ണമാകും. മറ്റ് മാത്സ് പേപ്പർ എഴുതേണ്ട ആവശ്യമില്ല. അത് ശരിക്കും എൻജിനീയറിംഗ് പോകുന്ന കുട്ടികൾ മാത്രം എഴുതേണ്ട പേപ്പറാണ്. അപ്പം മാത്സും ഫിസിക്സും കെമിസ്ട്രിയും എൻജിനീയറിംഗ് ഗ്രാജുവേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എഴുതേണ്ടതുണ്ട്. ബിഫാമിന് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എഴുതിയാൽ മതിയാകും. അപ്പോൾ ഈ രീതിയിലുള്ള ആ സമയക്രമത്തിലുള്ള മാറ്റമാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഒരു മാറ്റം. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കീമിൽ രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നീറ്റ് എഴുതി പാസ്സാകുന്ന കുട്ടികൾക്ക് മെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ കിട്ടുകയുള്ളൂ. മെഡിക്കൽ അലൈഡ് കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ പോലുള്ള കോഴ്സുകൾക്കും അഡ്മിഷൻ ഇതിലൂടെ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ തന്നെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെയും വെറ്റിനറി സർവകലാശാലയുടെയും ഒക്കെ ബിടെക് പ്രോഗ്രാമുകളുണ്ട്. അതിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളും എഴുതേണ്ടത് കീം തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാനുള്ളത്, മനസ്സിലാക്കേണ്ടത് നാട്ട എഴുതിയ കുട്ടികളും കീമിൽ രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ആർക്കിടെക്ചർ കോഴ്സിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇവിടെ പരീക്ഷ എഴുതുകയും എഴുതാതെ രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുക്കുകയും വേണ്ട വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മുമ്പിലുള്ള സാധ്യതകളാണ് ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ പരീക്ഷാ ഹാളിലേക്ക് ചെന്നിരിക്കുന്ന സമയം, പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രധാനമായിട്ടും അവിടെ പോകേണ്ട രീതികൾ, അതായത് നമുക്ക് പരീക്ഷാ ഹാളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ പതിച്ച ID പ്രൂഫ്, അതുകൂടാതെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോൾ പോയിൻറ്റ് പെന്നും കൂടി മാത്രമേ എക്സാമിനേഷൻ ഹാളിൽ അനുവദിക്കുകയുള്ളൂ. വേറൊന്നും അനുവദിക്കില്ല. വർക്ക് ചെയ്യാനുള്ള പേപ്പറുകളൊക്കെ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ തയ്യാറെടുപ്പോടുകൂടെ നമുക്ക് പരീക്ഷാ ഹാളിലേക്ക് ചെന്നെത്തേണ്ടതായിട്ടുണ്ട്. പരീക്ഷാ ഹാളിൽ വളരെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണം. അതല്ല എങ്കിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. പരീക്ഷ ആരംഭിക്കുന്നതിന് മുൻപ് എക്സാമിനേഷൻ ഹാളിൽ കയറാനുള്ള അവകാശം നിഷേധിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് എക്സാമിനേഷൻ ഹാളിൽ കയറാൻ നമുക്ക് അനുവാദമില്ല. അതിൻ്റെ ആ ടൈം പീരീഡ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം രാവിലെ ആണെങ്കിൽ നമ്മൾ 7 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം. അത് കഴിഞ്ഞാൽ ഓരോ സമയത്തായിട്ട് ഓരോരോ മോക്ക് ടെസ്റ്റ് 8:45 ആരംഭിക്കും. അതുപോലെ ഉച്ചയ്ക്ക് ശേഷമാണേലും അതുപോലെ തന്നെ 12:30 ആരംഭിക്കും റിപ്പോർട്ടിംഗ് ടൈം. അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ആ എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലേണ്ടത്. പരീക്ഷാ ഹാളിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മാറി പെൻ ആൻഡ് പേപ്പർ സ്ട്രീം മാറിയിട്ട് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന ഒരു ഓപ്ഷനിലേക്ക് വന്നിരിക്കുന്നു. ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസിലും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനുകൾ എടുത്ത് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ പാനലിന് താഴേക്കാണ് ക്വസ്റ്റ്യൻസ് വരിക. അത് നമ്മൾ കഴ്സർ നാവിഗേറ്റ് ചെയ്തുകൊണ്ട് മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പതുക്കെ നാവിഗേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഈ ആൻസറുകൾ മാർക്ക് ചെയ്യേണ്ടത്. റിവ്യൂ ചെയ്യാനും പിന്നീട് നോക്കി മാർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങൾ പച്ച നിറത്തിലും നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ചോദ്യങ്ങൾ വെള്ള നിറത്തിലുമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഓറഞ്ച് നിറത്തിലുള്ള മറ്റൊരു ഡിസ്പ്ലേ ഉണ്ടാകും. അത് നമ്മൾ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് അതിലിടുക. അപ്പോൾ സബ്മിഷൻ ആവില്ല. ആ റിവ്യൂ ചെയ്യാനുള്ളതാണ് എന്ന് നമുക്ക് അവസാനം ഇത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് അവിടേക്ക് പോയിട്ട് ആ ക്വസ്റ്റ്യൻ മിസ്സാവാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അവസാനം വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പർപ്പിൾ കളറാണ്. ആ പർപ്പിൾ കളർ എന്ന് പറയുന്നത് റിവ്യൂ ചെയ്ത് സബ്മിറ്റ് ചെയ്ത ആൻസറുകളാണ്. അതൊന്നുകൂടി നമുക്ക് വെരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു നിറത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സബ്മിറ്റ് ചെയ്ത് സേവ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് അടിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പരീക്ഷയിൽ കഴിയുക. അപ്പോൾ വളരെയധികം മാറ്റങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് പാറ്റേണിലേക്ക് മാറാനുള്ള ഒരു തയ്യാറെടുപ്പ്, കഴിഞ്ഞ വർഷം വരെ ശീലിച്ചു വന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് കടന്നു ചെല്ലാനും കീം എക്സാമിനേഷൻ ഗംഭീരമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് മികച്ച കോളേജുകളിൽ നല്ല അഡ്മിഷൻ നേടിയെടുക്കാനും എല്ലാവർക്കും കഴിയണം. അതിനുള്ള തയ്യാറെടുപ്പുകൾക്ക് മുൻതൂക്കം കൊടുക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും കഴിയേണ്ടതാണ്.